അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് 104 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാ 105-ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി فهبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. തജ്വീദ് നിയമം നോക്കാം. ഉലൈക, ഇവിടെ നോക്കൂ, ഉലൈക ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുത്തസിലാണ് അല്ലേ? ഒരു പദത്തിൽ തന്നെ മദ് വന്നു, ആ ഒരു പദത്തിൽ തന്നെ ഹംസയും വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഒറ്റ പദത്തിൽ ഹംസ വന്നു അല്ലേ? അപ്പം മദ് മുത്തസിലാണ്. 4-5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ഉലൈക ഇവിടെ നോക്കൂ, ഒരു വാവിൻ്റെ മുകളിൽ സുക്കൂൻ അല്ലേ? ഇതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും ഇല്ല കേട്ടോ. ഓക്കെ, അലിഫിൻ്റെ മുകളിലും വാവിൻ്റെ മുകളിലും യാഇൻ്റെ മുകളിലും ഇതുപോലെ സുക്കൂന് വന്നാൽ അതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും നമ്മളിവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, ഉലൈകല്ലദീന കഫറൂ, കഫറു എന്ന് ഓതരുത് കേട്ടോ. കാഫിന് ചെരിവ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഓതുമ്പോൾ. കഫറൂ കഫറൂ ബിആയാതി റബ്ബിഹിം. കഫറൂ ഇവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണേ. വാവ് മദ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു അലിഫ് മദ്, അലിഫിൻ്റെ മുകളിൽ സുക്കൂന് ഇതുപോലെ വന്നാൽ എന്ത് ചെയ്യില്ല, അവിടെ ശബ്ദമൊന്നും ഇല്ല എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, കഫറൂ ബിആയാതി റബ്ബിഹിം. റബ്ബി ബഇന് ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കണേ. റബ്ബിഹിം വലിഖാഇഹി. വലിഖാഇഹി നോക്കൂ, ഇവിടെ വന്നിട്ടുള്ള നിയമവും മദ് മുത്തസിൽ തന്നെയാണ്. ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു അല്ലേ? മദ് മുത്തസിൽ. ഇവിടെ 4-5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. വലിഖാഇഹി ഇവിടെ കണ്ടോ നിങ്ങൾ, ഹഇന് ശേഷം ഒരു ചിഹ്നം വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു ചിഹ്നത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചു അല്ലേ? മദ് സില സുഗ്റ, ചെറുതായിട്ടൊന്ന് നീട്ടി കൊടുക്കുക, രണ്ടനക്ക് നീട്ടുക എന്നുള്ളതാണ് ആ ഒരു വേർഡിൻ്റെ മീനിങ് കേട്ടോ. ഫഹബിത്വത്, ഫഹബിത്വത് തഇന് സുക്കൂന് വരുമ്പോൾ ഛ് എന്നുള്ള രൂപത്തിൽ വേണം ഉച്ചരിക്കാൻ കേട്ടോ. അഅ്മാലുഹും, അയിന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അഅ്മാലുഹും, മീമിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് അലിഫ് ഉണ്ട് അല്ലേ? മദ് അസ്ലിയാണ്, സാധാരണ മദ്ദാണ്, രണ്ടനക്കം നീട്ടുക കേട്ടോ. ഫലാ നുഖീമു ലഹും, ഫലാ നുഖീമു ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ് കേട്ടോ. മദ് അസ്ലി നമ്മൾ പറഞ്ഞില്ലേ, മദ് അസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടനക്കം നീട്ടേണ്ട സാധാരണ മദ്. ഓക്കെ, ലഹും യൗമൽ ഖിയാമത്തി. ലഹും മീമിന് സുക്കൂന് വരികയാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് ഹും എന്ന് ഉച്ചരിച്ചതിന് ശേഷം മാത്രം അടുത്ത വേർഡ് ഓതുക കേട്ടോ. ലഹും യൗമൽ ഖിയാമത്തി വസ്ന. വസ്ന സൈക്ക് സുക്കൂനുണ്ട്, വസ് ഹാഫ് സുക്കൂൻ കൊടുക്കുക കേട്ടോ. വസ്ന രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ, 106-ാമത്തെ ആയത്ത് ഓതി നോക്കാം. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. തജ്വീദ് നിയമം ഒന്ന് നോക്കാം അല്ലേ? ذلك ഇവിടെ ദാലിൻ്റെ കൂടെ ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ? രണ്ടനക്കം നീട്ടിക്കൊടുക്കണം കേട്ടോ. ദാലിക, കാഫിന് ചെരിവ് വേണേ, മറന്നു പോകരുത് ഓതുമ്പോൾ. ഓക്കെ, ദാലിക എന്ന് ഓതരുത്, ദാലിക. ജസാഉഹും ഇവിടെ വന്നിട്ടുള്ള നിയമവും ഏതാണ്? മദ് മുത്തസിലാണ്. ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു അല്ലേ? 4-5 ഹറക്കത്ത് നീട്ടി ഓതൽ നിർബന്ധമാണ് കേട്ടോ. മദ് മുത്തസിൽ. ജഹന്നമു നൂൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, നന്നായിട്ട് മണിച്ചു കൊടുക്കണേ. ജഹന്നമു ബിമാ കഫറു. ബിമാ കഫറു, കഫറു അല്ല കേട്ടോ, കഫറു. ഓക്കെ, കഫറു
വത്തഖസു. ഒത്ത താൻ്റെ മുകളിൽ എന്തുണ്ട്? ശ്രദ്ധയുണ്ട്. ഇനി ഒന്ന് കനപ്പിക്കണേ. ഒത്ത. ഇവിടെ ഹംസത്തുൽ വസ്ലുണ്ട് അല്ലേ? ഹംസത്തുൽ വസ്ലിന് നമ്മൾ നടുക്ക് വരുമ്പോൾ ഒരു ശബ്ദവും പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ? കൂട്ടി അങ്ങ് ഓതി പോവുക. ഓക്കെ. വത്തഖസു. നോക്കൂ. വത്തഖസു ആയാതി. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിൽ. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിലാണ് ഹംസ വന്നത് അല്ലേ? മറ്റൊരു വേർഡിലാണ് ഹംസ വന്നത്. ഓക്കെ. അപ്പം നമ്മളിവിടെ 4 ഹറക്കത്ത് വരെ, 2 മുതൽ 4 ഹറക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ. ആയത്തി. ഇവിടെയൊക്കെ നമ്മൾ സാധാരണ നീട്ടുന്ന മദ് അസ്ലി തന്നെയാണ് കേട്ടോ. 2 അനക്ക് മാത്രം നീട്ടി കൊടുക്കുക. ആയത്തി ആയത്തി വറുസുലി ഹുസ്വ. വ ഉച്ചരിക്കുമ്പം ചുണ്ട് സർക്കിളാക്കിക്കൊണ്ട് തന്നെ ഉച്ചരിക്കണം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക അതൊക്കെ. വറുസുലി ഹുസ്വ. ഹുസ്വ. വാവിന് ശേഷം ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ? 2 അനക്ക് നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. നമുക്ക് 107-ാമത്തെ ആയത്തൊന്ന് നോക്കാം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഓക്കെ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം. ഇന്ന നൂൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്. നന്നായിട്ട് മണിച്ചോതി കൊടുക്കണം കേട്ടോ. ഇന്നല്ലദീന ആമനൂ. ഇവിടെയൊക്കെ നമ്മൾ സാധാരണ നീട്ടുന്ന മദ് അസ്ലി തന്നെയാണ് കേട്ടോ. സാധാരണ മദ്ദാണ്. 2 അനക്ക് നീട്ടി കൊടുക്കുക കേട്ടോ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി. വഅമിലു. ഇവിടെ നീട്ടാനിടില്ലേ? പക്ഷെ നമ്മളിവിടെ നീട്ടില്ല. കാരണം എന്താണ്? ഹംസത്തുൽ വസ്ലിന് മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാലും നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതി പോവുക ചെയ്യുക കേട്ടോ. പ്രത്യേകം ഓർമ്മ വേണേ. വഅമിലുസ്സാലിഹാത്തി. സ്വാദിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. 2 അനക്ക് നീട്ടാനുള്ള മദ് അസ്ലിയും ഉണ്ട്. അപ്പോൾ സ്വാ. ഓക്കെ, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. സ്വാലിഹാത്തി. ഇവിടെ ഹാൻ്റെ ഒപ്പവും മദ് അസ്ലി വന്നിട്ടുണ്ട് അല്ലേ? 2 അനക്ക് നീട്ടി കൊടുക്കണേ. സ്വാലിഹാത്തി കാനത്. ഇനി സുക്കൂൻ വരുമ്പോൾ ത് എന്നുള്ള സൗണ്ട് ആയിരിക്കണം കേട്ടോ. കാനത് ലഹും ജന്നാത്തു. നൂനെ നന്നായിട്ട് മണിക്കുക, 2 അനക്ക് നീട്ടി കൊടുക്കുകയും ചെയ്യാം. ജന്നാത്തുൽ ഫിർദൗസി. ഫിർദൗസി. ഇവിടെ ഫിർദൗസി എന്ന് ഓതില്ല കേട്ടോ. കാരണം സുക്കൂനുള്ള റോയിൻ്റെ മുന്നേ ഉള്ള അക്ഷരത്തിന് കെസ്ര വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫഇന് ഇവിടെ കെസ്രയാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമ്മളവിടെ റോയിനെ ഒന്ന് ലൈറ്റ് ആക്കണം. ഫിർദൗസി എന്ന് ഓതാതെ ഫിർദൗസി. ഓക്കെ, ഫിർദൗസി. ഓക്കെ, ഇങ്ങനെ ലൈറ്റ് ആക്കിയിട്ട് ഓതുക കേട്ടോ. നുസുല. 2 അനക്ക് നീട്ടി ഓതി വഖഫ് ചെയ്യണേ. 108-ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. തജ്വീദ് നിയമം നോക്കാം. ഖാലിദീന. ഇവിടെ ഇവിടെ നോക്കൂ. ഇവിടെയൊക്കെ സാധാരണ നീട്ടുന്ന അലിഫ് മദ് അസ്ലി തന്നെയാണ് കേട്ടോ. 2 അനക്ക് മാത്രം നീട്ടിയാൽ മതി, ഒരുപാട് നീട്ടരുത് കേട്ടോ. ഖാലിദീന ഫീഹാ. കണ്ടോ? ഇവിടെയൊക്കെ സാധാരണ മദ് തന്നെയാണ്. ഓക്കെ. ഫീഹാ ലാ യബ്ഗൂന. ലാ യബ്. ബഇന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കണം അല്ലേ? യബ്. കാരണം എന്താ? ബ കൽക്കലിയുടെ ലെറ്റർ ആണ്. ഓക്കെ. യബ്ഗൂന. യബ്ഗൂന അൻഹാ ഹിവലാ. ഓക്കെ. നൂന് ഹാഫ് സുക്കൂനാട്ടോ. അൻഹ. ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ്. ഒരുപാട് നീട്ടി ഓതാതെ 2 അനക്ക് മാത്രം നീട്ടുക കേട്ടോ. അൻഹ ഹിവലാ. ഓക്കെ, 2 അനക്ക് നീട്ടി ഓതി വഖഫ് ചെയ്യണം കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.